2025 ഇറങ്ങിയ ഏറെ രസകരമായൊരു മലയാളം ചലച്ചിത്രം നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്. സുനു ഏവിയും ജ്യോതിഷമും ചേർന്നെഴുതിയ ചലച്ചിത്രം നൌഫൽ അബ്ദുള്ളയായിരുന്നു സംവിധാനം ചെയ്തത്. മാത്യു തോമസും ശരത് സഭയും റോഷൻ ഷാനവാസും അടക്കം നിരവധി താരങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായി ചലച്ചിത്രത്തിലെത്തി. രസകരമായ ഈ ഹൊറർ കോമഡി ചലച്ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? ചലച്ചിത്രം ഇപ്പോൾ C5-ൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്ന് കാണൂ. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള നെല്ലിക്കാമ്പോയിൽ എന്നു പേരുള്ള ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തമിഴ് സംസ്കാരവും മലയാള സംസ്കാരവും മിക്സ്ഡായി നിലകൊള്ളുന്ന ഒരു അതിർത്തി ഗ്രാമം. വെറും നാട്ടിൻപുറമാണ്. പാവപ്പെട്ട കുറെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഇടം. അവരാകട്ടെ അവരുടെ ഗ്രാമത്തിന്റെ കാവൽ ദൈവമായ കൂളിയെ ഒരുപാട് വിശ്വസിക്കുന്നു. രാത്രിയിൽ കൂളി പറന്നു നടന്ന് ഗ്രാമത്തിന് കാവലായി നിൽക്കുമെന്നും അതുകൊണ്ട് ആരും രാത്രിയിൽ പുറത്തിറങ്ങരുത് എന്നുമാണ് അവരൊക്കെ വിശ്വസിക്കാറുള്ളത്. പോരാത്തതിന് നാട്ടിലുള്ളവർ വളരെയധികം പേടിത്തൊണ്ടന്മാരുമാണ്. പിന്നാലെ കഥാനായകനായ ശ്യാമിനെ നമ്മൾ പരിചയപ്പെടുന്നു. ശ്യാം മംഗലാപുരത്ത് പഠിക്കുകയാണ്. നിലവിലൊരു വെക്കേഷന് നാട്ടിലേക്ക് വന്നിരിക്കുന്നു. വന്നപാടെ ശ്യാം തന്റെ ഗ്രാമത്തിലിറങ്ങി വീട്ടിലേക്ക് പോയി. ശ്യാമിന്റെ അമ്മ ഒരു പാവം സ്ത്രീയാണ്. പപ്പടം ഉണ്ടാക്കി വിറ്റിട്ടാണ് അവർ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്നും ശ്യാം നേരെ പോയത് കൂട്ടുകാരായ രാജേഷിനെയും കണ്ണനെയും കാണാനായിരുന്നു. അവർക്കായി മംഗലാപുരത്തു നിന്ന് കൊണ്ടുവന്ന മദ്യവും പാൻ മസാലയും അവൻ കൈമാറി. അധികം വൈകാതെ അവർ അവിടെ നിന്ന് രാജേഷിന്റെ ഓട്ടോയിൽ സുരക്ഷിതമായി മദ്യപിക്കാവുന്നിടത്തേക്ക് പുറപ്പെട്ടു. കൂട്ടുകാര് ശ്യാമിനെ കൂട്ടിക്കൊണ്ടുപോയതാകട്ടെ അവിടുത്തെ ശ്മശാനവും അമ്പലവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലേക്കായിരുന്നു. ഒരു വലിയ മലമുകളിലുള്ള ഇടം. ബിബിലേഷ് എന്നു പേരുള്ള ഒരു യുവാവ് അവിടെ നിന്നും താഴേക്ക് വീണ് മരിച്ചിരുന്നു. കൂളിയാണത് ചെയ്തത് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അവൻ വെള്ളമടിച്ചു വീണ് മരിച്ചതാണ് എന്നാണ് രാജേഷിന്റെയും കണ്ണന്റെയും അഭിപ്രായം. ആ പ്രദേശത്ത് കൂളിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരും അങ്ങനെ അങ്ങോട്ടേക്ക് വരാറില്ല. രാജേഷും കണ്ണനും അത് മദ്യപിക്കാനുള്ള സെറ്റപ്പാക്കി മാറ്റിയെടുത്തു. അവരങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ മദ്യപാനവും. ശ്യാമിന് ഒരു പ്രണയമൊക്കെയുണ്ട്. ധന്യ എന്നാണ് കാമുകിയുടെ പേര്. ധന്യെ കാണാൻ പോയില്ല എന്ന് ചോദിച്ചപ്പോ നാളെ ഒരു സർപ്രൈസ് എൻട്രി കൊടുക്കണം എന്ന മട്ടിൽ ശ്യാം ഡയലോഗ് അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ശ്യാമിന് പോവാൻ സമയമായി. കുപ്പിയുമെടുത്ത് അവൻ അവിടെ നിന്നിറങ്ങി. അവർ കുടിക്കുന്ന സമയത്തെ ആത്മാക്കൾക്കെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു വെച്ചിരുന്നു. അവർ അവിടെ നിന്നിറങ്ങിയതും ബാക്കി വെച്ചിരുന്ന ആ ഗ്ലാസ്സിലെ മദ്യം ഏതോ അമാനുഷിക ശക്തി വന്നു കുടിച്ചു. ശ്യാമ വീട്ടിലെത്തി. അമ്മ അവനോട് കൂളിത്തറയിൽ തിറ തുടങ്ങിയിട്ടില്ലേ, നിനക്കൊന്ന് പൊക്കൂടെ എന്ന് ചോദിച്ചു. ഗ്രാമവാസികളുടെ വലിയൊരു വിശ്വാസവും ആചാരവുമാണ് അത്. കൂളിത്തറയിൽ തെയ്യം കെട്ടിയാടും. പക്ഷേ ശ്യാമിന് അതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ശ്യാമ നന്നായി അണിഞ്ഞൊരുങ്ങി ധന്യയെ കാണാൻ അവൾ പഠിക്കുന്ന PSC കോച്ചിങ് സെന്ററിലേക്ക് പോവാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അതവന്റെ അമ്മ കണ്ടു. അമ്മ അവിടെ കിടന്ന് അവനെ ഒച്ചയെടുക്കാനും മറ്റും ആരംഭിച്ചു. ഒടുവില് അമ്മയുമായി ഒരു തരത്തിൽ ശ്യാമിന് അവിടെ നിന്ന് വലിയേണ്ടി വന്നു. ശ്യാമിന്റെ ഉദ്ദേശവും എല്ലാം അവന്റെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പുറത്തേക്ക് വന്നിരുന്ന ധന്യ ശ്യാമിനെ നോക്കിക്കണ്ടു. ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരിടമാണ് വായനശാല. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഇടം. ഒരു ക്ലബ്ബ് പോലെയും വായനശാല പ്രവർത്തിക്കുന്നുണ്ട്. ശ്യാമും കൂട്ടുകാരും വായനശാലയിലെത്തി ക്യാരംസ് ഒക്കെ കളിച്ചു നിൽക്കെ ധന്യ അങ്ങോട്ടേക്ക് വന്നു. ധന്യയുടെ ഉദ്ദേശം തന്നെ ശ്യാമിനെ കാണലാണ്. ധന്യയ്ക്ക് ഡിറ്റക്റ്റീവ് നോവലുകളോടും മറ്റും വല്ലാത്തൊരു ആവേശമായിരുന്നു. ശ്യാമും ആ വിവരം അറിഞ്ഞിട്ടുണ്ട്. ശ്യാമിനെ കാണാൻ എത്തിയതും ധന്യ പിണക്കം ഭാവിച്ചു. മംഗലാപുരത്ത് പോയ പിന്നെ ശ്യാമിന്റെ വിളിയും കാണാനുള്ളവരവും ഒക്കെ കുറവാണ്. അവളുടെ കൂട്ടുകാരി വിദ്യേച്ചി ശ്യാമിന് മംഗലാപുരത്ത് മറ്റു ലൈനുണ്ടാകും എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടത്രേ. അതും പറഞ്ഞ് പിണങ്ങിയ ധന്യയ്ക്കടുക്കൽ ശ്യാം ദേഷ്യപ്പെട്ടു. അവരുടെ ഒന്നും വാക്ക് കേൾക്കരുത് എന്ന് ശ്യാം അവളോട് എടുത്തു പറഞ്ഞു. എന്തായാലും ധന്യ ശ്യാമിന്റെ അടുക്കൽ ചെന്ന് ആ പിണക്കം മാറ്റി. അപ്പോഴാണ് അത്യാവശ്യമായി ഓട്ടോയുമായി രാജേഷ് എത്തിയത്. വേഗം വരാൻ പറഞ്ഞ് ശ്യാമിനെയും കണ്ണനെയും ഓട്ടോയിൽ വിളിച്ചു കയറ്റി രാജേഷ് ഓട്ടോ വായിച്ചു. ഓട്ടോ പാഞ്ഞതാകട്ടെ വാസപ്പൻ എന്നു പേരുള്ള നാട്ടുകാരനായ മിലിറ്ററിക്കാരന്റെ വീട്ടിലേക്കാണ്. വാസപ്പൻ തലേന്ന് രാത്രി തിറ കാണാൻ പോയിരുന്നു. അപ്പോൾ എന്തോ കണ്ട് പേടിച്ചത്രേ. ഏറ്റവും ധൈര്യവാനായ വാസപ്പൻ വരെ രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചിരിക്കുന്നു. തിറ കാണാൻ പോയപ്പോ വാസപ്പന്റെ പിന്നിൽ മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന എന്തോ പറന്നുയർന്നു. തൊട്ടു പിന്നാലെ മുമ്പിൽ അയൽവക്കക്കാരിയായ നാണിമുത്തശ്ശി നടന്നു പോകുന്നത് വാസപ്പൻ കണ്ടു. വാസപ്പൻ നാണിമുത്തശ്ശിക്ക് പിന്നാലെ ചെന്നു. നാണിമുത്തശ്ശിയാകട്ടെ അതിവേഗത്തിൽ മുമ്പിലൂടെ പോകുന്നു. നിക്ക്, തിറ കാണാനാണെങ്കിൽ താനും വരുന്നു എന്ന് പറഞ്ഞ് വാസപ്പൻ പിന്നാലെ ചെന്നെങ്കിലും മുത്തശ്ശിക്കൊപ്പം എത്താൻ വാസപ്പന് പറ്റിയതേയില്ല. നാണിമുത്തശ്ശിക്ക് പിന്നാലെ പോയി. ഒരിടത്തെത്തിയപ്പോ വാസപ്പൻ തന്റെ എതിർവശത്ത് വല്ലാത്തൊരു ഭീകരരൂപം കണ്ടു. വാസപ്പൻ തന്നെ വല്ലാതെ ഭയന്നുപോയി. രാത്രി മുഴുവൻ ചുറ്റിക്കറങ്ങി പുലർച്ചയോടെയായിരുന്നു വാസപ്പൻ തിരികെ നാട്ടിലേക്ക് എത്തിയത്. വീടിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ നാണിമുത്തശ്ശി അതാ പല്ലം തേച്ച് പുറത്തു നിൽക്കുന്നു. എന്താ നാണിമുത്തശ്ശി
മുത്തശ്ശി ഇന്നലെ വിളിച്ചിട്ട് നിൽക്കാതിരുന്നത് എന്ന് ചോദിച്ച് വാസപ്പൻ മുത്തശ്ശിയുടെ അടുത്തെത്തി. അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത് തലേന്ന് കുഴമ്പും തേച്ച് കിടന്ന മുത്തശ്ശി അപ്പോഴാണത്ര എഴുന്നേൽക്കുന്നത്. വാസപ്പൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു. ഉള്ളില് ഭയം വീണു. സംഗതി ഇപ്പോ നാട്ടിലാകെ പാട്ടായിരിക്കുകയാണ്. നാട്ടുകാരുടെ ഉള്ളിലേക്കും ഭയം കടന്നു കയറിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടുനിന്ന ശ്യാമിനും കൂട്ടുകാർക്കുമാകട്ടെ അതിലൊന്നും വലിയ വിശ്വാസമേ തോന്നിയില്ല. ഏതോ മിലിറ്ററി സാധനം കൂടിയതടിച്ചതാ എന്ന മട്ടിലൊക്കെ അവർ കമന്റ് പാസാക്കി. പക്ഷേ അന്ന് രാത്രിയിൽ ഒന്ന് സംഭവിച്ചു. ഓട്ടോ ഒരിടത്തൊതുക്കി കണ്ണനും രാജേഷും മദ്യപിക്കുകയായിരുന്നു. സംസാരം വാസപ്പനെ പറ്റിയാണ്. വാസപ്പൻ വാറ്റിയടിച്ചതെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവരും ആ കാഴ്ച കണ്ടു. വാസപ്പൻ കണ്ട അതേ ഭീകരരൂപം അവരുടെ മുമ്പിൽ. ഇരുവരും ഭയപ്പെട്ടു. പക്ഷേ പിന്നെ മുഖം തിരിച്ചു നോക്കുമ്പോ അവിടെ ആരുമില്ല. അടുത്ത ദിവസം പുലർച്ചെയാണ് മറ്റൊന്ന് സംഭവിച്ചത്. അവിടെ ഒരു വീട്ടിലതാ ചില കർമ്മങ്ങൾ നടത്തിയ പോലെ വട്ടത്തിനകത്ത് ഒരു കോഴിത്തലയൊക്കെ വെട്ടിവെച്ചിരിക്കുന്നു. നാട്ടുകാര് തടിച്ചുകൂടി. അത് കണ്ട് അവിടുത്തെ സ്ത്രീ വരെ പേടിച്ചിരുന്നു. ആഭിചാരമോ മറ്റോ ആണ്, എല്ലാം മുടിഞ്ഞു പോകാൻ ആരോ ചെയ്തതാ എന്നായിരുന്നു അവിടുത്തെ ജ്യോതിഷമൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞത്. നാട്ടുകാരാണെങ്കിൽ അതെല്ലാം വിശ്വസിക്കുന്ന കൂട്ടത്തിലുമാണ്. ആ സമയം ധന്യ അമ്പലത്തിൽ പോയി അതുവഴി വന്നു. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ശ്യാമിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോ ആക്കാരോരോന്ന് പറയുന്നു എന്ന മട്ടിലായിരുന്നു ശ്യാമിന്റെ മറുപടി. സംഭവം എന്തെന്നാൽ അന്നായിരുന്നു അവന്റെ പ്രപ്പോസൽ ധന്യ സ്വീകരിച്ച ദിവസം. അതിന്റെ ഓർമ്മയ്ക്ക് അവൾ അമ്പലത്തിൽ പോയതാണ്. ഇരുവരും കുറച്ചു നേരം സംസാരിച്ചു. ഒരു സർപ്രൈസ് ഉണ്ടെന്നും വൈകുന്നേരം തിറ നടക്കുന്നിടത്ത് വന്നാൽ അത് പറയാമെന്നും ശ്യാമിനോട് പറഞ്ഞ് ധന്യ വേഗം അവിടുന്ന് പോയി. അങ്ങനെ വൈകുന്നേരം തിറ നടക്കുന്നിടത്ത് വെച്ച് ശ്യാമും ധന്യയും കണ്ടുമുട്ടി. രാജേഷിന്റെ ഓട്ടോ ആയിരുന്നു സല്ലപിക്കാൻ അവർ തിരഞ്ഞെടുത്തത്. ഒരു ചുംബനം ഇപ്പോ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ശ്യാമിനടുക്കൽ ധന്യ അക്കാര്യം പറഞ്ഞു. ധന്യയുടെ അച്ഛനും അമ്മയും മൂകാംബികയ്ക്ക് പോവുകയാണ്. ബാലച്ചാച്ചനായിരിക്കും അവൾക്ക് കാവലായിട്ടുണ്ടാവുക. ബാലച്ചാച്ചൻ മദ്യപിച്ച് ബോധമില്ലാണ്ട് കിടക്കും. രാത്രിയിൽ ശ്യാം വീട്ടിലേക്ക് വരണം. ശ്യാമിനങ്ങ് സന്തോഷമായി. അതും പറഞ്ഞ് ധന്യ നാണത്തോടെ ഓട്ടോ വിട്ടിറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം രാത്രിയായി. ശ്യാമിങ്ങനെ സമയമെത്താൻ കാത്തുകിടക്കുകയാണ്. ഒടുവിൽ സമയമെത്തി. രാത്രി 12 മണി. പാൻഡൊക്കെ വലിച്ചു കയറ്റി ധന്യയുടെ വീട്ടിലേക്ക് പോവാൻ ഡോർ തുറക്കാൻ ഇറങ്ങിയപ്പോഴാണ് ശ്യാമിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആ ചിന്ത വന്നത്. ചിന്തയല്ല, സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യം. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാവുന്നത്. നാട്ടുകാർക്ക് മുമ്പിലും കൂട്ടുകാർക്ക് മുമ്പിലും ധന്യയ്ക്ക് മുമ്പിലും വലിയ ധൈര്യവാനാണ് എന്ന് തള്ളി നടക്കുന്ന ശ്യാമ് അക്ഷരാർത്ഥത്തിൽ വലിയൊരു പേടിത്തൊണ്ടനാണ്. ഇരുട്ടിനെ ശ്യാമിന് അത്രയ്ക്ക് പേടിയാണ്. ആ വിവരം നാട്ടിൽ തന്നെ ആകെ ശ്യാമിനും ശ്യാമിന്റെ അമ്മയ്ക്കുമേ അറിയൂ. കുട്ടിക്കാലത്ത് ശ്യാമിന്റെ ഉള്ളിൽ കയറി പറ്റിയൊരു ട്രോമയാണ് അതിന് കാരണം. അതെന്താണെന്നല്ലേ അതൊരു ഫ്ലാഷ് ബാക്കിലൂടെ പറയാം. അവരുടെ നാട്ടിൽ ജ്യോതി എന്നു പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ശ്യാമിന്റെ അമ്മ പോകുമ്പോ ജ്യോതിക്കടുത്ത് ശ്യാമിനെ ആക്കിയിട്ടാണ് പോവാറുള്ളത്. ശ്യാമിന് ചോറൊക്കെ വാരിക്കൊടുക്കുന്നതും സ്നേഹത്തോടെ നോക്കുന്നതും ജ്യോതിയാണ്. അങ്ങനെ ഒരിക്കൽ ശ്യാമിനെ ജ്യോതിക്കടുത്താക്കി അമ്മ സ്വന്തം വീട്ടിൽ പോയി. അവിടെ സ്വത്തുഭാഗം വയ്ക്കൽ നടക്കുകയായിരുന്നു. അന്ന് രാത്രി ശ്യാം ജ്യോതിയോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കൂളി വന്ന് പിടിച്ചുകൊണ്ടുപോകും എന്നമ്മ പറയാറുണ്ടല്ലോ, അത് ശരിയാണോ? അങ്ങനൊന്നും അല്ലെന്ന് ജ്യോതി പറഞ്ഞു. പിന്നാരെയാ കൂളി പിടിക്കുക എന്നവൻ ചോദിച്ചപ്പോ ജ്യോതി ബാക്കി മറുപടി കൂടി കൂട്ടിച്ചേർത്തു. ഇരുട്ട് വീഴുമ്പോ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന ദുഷ്ടന്മാരില്ലേ, അവരെയാ കൂളി പിടിക്കുക. പിന്നെ കൂളിയുടെ പോക്കുവരവ് സമയത്ത് കൂളിയെ ബഹുമാനിക്കാണ്ട് വഴിയിൽ ആരെങ്കിലും നിന്ന അവരെ വെളുക്കുവോളം വഴിതെറ്റിച്ചു നടത്തും. ഏതിരട്ടിലും കൂളിക്ക് കണ്ണു കാണാം. അമ്മ പറഞ്ഞല്ലോ ചേച്ചി ഇവിടുന്ന് കല്യാണം കഴിച്ച് പോവാൻ പോകുവാന്ന്. അമ്മയില്ലാത്തപ്പോ അപ്പോ എനിക്കാരാ ചോറ് വാരിത്തരാ? ചോദിച്ചേച്ചി എവിടെ പോയാലും എന്റെ മോന് ചോറ് വാരിത്തരാൻ ചോദിച്ചേച്ചി പറന്നു വരില്ലേ എന്ന് ചോദ്യം മറുപടിയും കൊടുത്തു. ശ്യാമിന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ചോദ്യ ശ്യാമിനെ ചോറ് വാരിക്കൊണ്ടിരിക്കെ ദൂരെ അമ്മ വരുന്നത് അവൻ കണ്ടു. അവൻ അമ്മയ്ക്ക് അടുത്തേക്ക് ഓടി. അമ്മയ്ക്കൊപ്പം തിരികെ അങ്ങോട്ടേക്ക് എത്തിയപ്പോ നാട്ടുകാരതാ ചോദ്യയുടെ മൃതശരീരം കൊണ്ടുപോകുന്നു. ഇന്നലെ ഉച്ചക്ക് ചോദ്യ തീ കൊളുത്തി മരിച്ചത്രേ. അപ്പോ രാത്രിയിൽ ശ്യാം സംസാരിച്ചത് ആരോടാ? കുറച്ചു മുമ്പ് ചോറ് വാരിത്തരാൻ പിന്നാലെ വന്നതാരാ? ശ്യാം ഓടിച്ചെന്ന് നോക്കി. ചോറുപാത്രം അതാ അവിടെ താഴെ കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു ഭയം അന്ന് ശ്യാമിന്റെ ഉള്ളിൽ കയറി. അന്നു മുതൽ ഇരുട്ട് ശ്യാമിന് ഭയമായി. ഇരുട്ട് വന്നാൽ പൊള്ളി മരിച്ച ചോദിച്ചേച്ചിയുടെ പ്രേതം തനിക്ക് ചോറുരുളയുമായി വരുന്നതായി അവൻ മുമ്പിൽ കാണാൻ തുടങ്ങി. കരണ്ട് വന്നപ്പോഴായിരുന്നു അവനൊരാശ്വാസമായത്. അന്ന് രാത്രിയിൽ ഒന്നുകൂടി സംഭവിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരികയായിരുന്ന കുട്ടപ്പൻ തന്റെ വീടിന്റെ മുറ്റത്തൂടെ നടന്നു പോകുന്ന കുതിരക്കാലുള്ള ഒരു ഭീകരരൂപിയെ കണ്ടു. ഭയം തട്ടി ആകെ ബോധം പോയ അവസ്ഥയിലായി. അടുത്ത ദിവസം പുലർച്ചെ ധന്യ ദേഷ്യത്തിലായിരുന്നു. കാരണം രാത്രിയിൽ ശ്യാം വീട്ടിൽ വന്നില്ലല്ലോ. പോരാത്തതിന് കൂട്ടുകാരിയാകട്ടെ ഓരോന്ന് പറഞ്ഞ് അവളെ ഇരിക്കേറ്റുന്നുമുണ്ട്. അപ്പോഴാണ് ധന്യയുടെ കോപം മാറ്റാൻ ശ്യാം അങ്ങോട്ടേക്ക് എത്തുന്നത്. കൂട്ടുകാരി ഒരു തരത്തിൽ മാറ്റി നിർത്തി
നിർത്തി ധന്യയോട് ശ്യാം സംസാരിച്ചു. മേപ്പാടിയിലെ വല്യമ്മ മരിച്ചെന്നും മൃതദേഹം മോർച്ചറിയിലായിരുന്നു, കാവല് നിൽക്കാൻ ഒരാളെ വിളിച്ചെന്നും എനിക്ക് പോകേണ്ടി വന്നു, അതുകൊണ്ട് അവളെ കാണാൻ വരാൻ പറ്റാതെ പോയത് എന്ന് ശ്യാം പറഞ്ഞു. മോർച്ചറിയിൽ ഒറ്റയ്ക്ക് താൻ കാവൽ നിന്നെന്നും തന്നെ വലിയ ധൈര്യവാനായി കാട്ടിക്കൊണ്ട് ശ്യാം വെച്ചലക്കുന്നുണ്ടായിരുന്നു. ധന്യാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. അടുത്ത അവസരത്തിൽ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ധന്യ അക്കാര്യം പറയുന്നത്. അച്ഛനും അമ്മയും വരാൻ 2 ദിവസം കൂടി എടുക്കുമത്രേ, അതുകൊണ്ട് 2 ദിവസം രാത്രിയിൽ ധന്യ ഒറ്റയ്ക്കാണ്. ശ്യാമിന് അങ്ങോട്ടേക്ക് വരാം. ശ്യാം കിടുകിട വിറച്ചു. ഒരു തരത്തിൽ ഒന്നൊപ്പിച്ചതായിരുന്നു. അപ്പോൾ അതാ അടുത്ത പണി വന്നിരിക്കുന്നു. താൻ രാത്രി വരാമെന്ന് ശ്യാം പറഞ്ഞു നിൽക്കെ അങ്ങോട്ടേക്ക് രാജേഷും കണ്ണനും വന്നു. ഉടനടി അവർക്കൊപ്പം ഓട്ടോയിൽ കയറി അവൻ പോയി. അവര് നേരെ പോയതാകട്ടെ കുട്ടപ്പേട്ടന്റെ വീട്ടിലേക്കായിരുന്നു. തലേന്ന് നടന്ന സംഭവം അറിഞ്ഞ് നാട്ടുകാരെ തടിച്ചുകൂടിയിട്ടുണ്ട്. കുട്ടപ്പേട്ടന്റെ വീട്ടിലാകട്ടെ ഒരാട്ടിൻ തലയും വെട്ടിയെടുത്ത് കെട്ടിത്തൂക്കിയിരിക്കുന്നു. കുട്ടപ്പനാകട്ടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. മണ്ണിൽ പതിഞ്ഞ കുതിരക്കാലുകളും ആളുകളും നോക്കിക്കണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ അതോടെ നാട്ടുകാരുടെ ഉള്ളിൽ ഒരു പേടി കയറി കൂടിയിട്ടുണ്ട്. ശ്യാമിന് പേടിയുണ്ടെങ്കിലും ശ്യാം അത് പുറത്തു കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ കുഞ്ഞുണ്ണി എന്ന് പേരുള്ള ഒരാള് തന്റെ മറ്റൊരു അനുഭവം കൂടി പറഞ്ഞു. കുഞ്ഞുണ്ണിയുടെ പിറന്നാളിന് 2 ഓടിക്കാൻ കുഞ്ഞുണ്ണിക്ക് കമ്പനിയൊന്നും കിട്ടിയില്ല. കൂളിപ്പാറയിൽ പോയിരുന്ന് കുഞ്ഞുണ്ണി ഒറ്റയ്ക്ക് മദ്യപിക്കാൻ തുടങ്ങി. ഒരു കേക്ക് കിട്ടിയാലോ എന്ന് കുഞ്ഞുണ്ണി അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു രൂപം കുഞ്ഞുണ്ണിക്ക് മുമ്പിൽ വന്ന് ഒരു കഷ്ണം കേക്ക് കൊടുത്തു. മേരി ക്രിസ്മസ് എന്നും പറഞ്ഞു. പാറപ്പുറത്തുനിന്ന് ചാടിയാണത്രേ ആ രൂപം പോയത്, അതും കുതിര ചാടും പോലെ. ഇതൊക്കെ കേട്ട് അവിടെ നിന്നിരുന്ന ശ്യാമ് അക്ഷരാർത്ഥത്തിൽ വീണ്ടും പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് നാട്ടിലെ ഷെയ്ജൻ എന്നു പേരുള്ള ഒരാളുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ ഒരു സംഘം ഈ കുതിരക്കാലനെ പിടികൂടും എന്ന് പറഞ്ഞിറങ്ങുന്നത്. ചൂട്ടുകത്തിച്ച് രാത്രി പട്രോളിങ്ങിനിറങ്ങി കുതിരക്കാലനെ പിടികൂടലായിരുന്നു അവരുടെ ലക്ഷ്യം. ഷെയ്ജനും സംഘവും പട്രോളിങ്ങിനിറങ്ങി. പക്ഷേ രാത്രിയിൽ അവരുടെ സംഘം ആക്രമിക്കപ്പെട്ടു. ഭീകര രൂപം കണ്ട് എല്ലാവരും ഞെട്ടിവിറച്ചു. ധൈര്യവാൻ കളിച്ച ഷെയ്ജൻ വരെ പേടിച്ചു വിറച്ചായിരുന്നു അടുത്ത ദിവസം ഗ്രാമത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞുപോയ ആ രാത്രിയിലും ധന്യക്കെടുക്കൽ ശ്യാം പോയില്ലല്ലോ. ശ്യാമിന് ഉറപ്പായും വേറെ ലൈനുണ്ടാവും, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വരാത്തത് എന്ന മട്ടിലൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ധന്യയെ എരിക്കേറ്റി. അന്ന് ധന്യയോട് സംസാരിക്കാൻ നിന്ന് ശ്യാമിനെ മൈൻഡ് ചെയ്യാതായിരുന്നു ധന്യ അവിടെ നോട്ടോക്കി പോയത്. ശ്യാമും വല്ലാതായി. ധന്യയുടെ ഈ പിണക്കം എങ്ങനെ മാറ്റണമെന്ന് ശ്യാമിനൊരു പിടുത്തവും കിട്ടിയില്ല. ഒടുവില് ശ്യാം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരായ കണ്ണനോടും രാജേഷിനോടും താൻ അത്ര ധൈര്യമില്ലാത്തവനാണെന്നും ഇരുട്ടിനെ പേടിയുള്ള കാര്യവുമടക്കം എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തി. ശ്യാം വിചാരിച്ചിരുന്ന പോലെ അവര് ശ്യാമിനെ കളിയാക്കിയൊന്നുമില്ല. പകരം ശ്യാമിന് വേണ്ട സഹായം പറഞ്ഞുകൊടുത്തു. രാജേഷായിരുന്നു പറഞ്ഞത്. ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോവലാണല്ലോ ശ്യാമിന് പേടി. ശ്യാം ഒരു കാര്യം ചെയ്യണം. വൈകുന്നേരം തന്നെ ധന്യയുടെ വീട്ടിലെത്തി അവളുടെ വീടിനോട് ചേർന്നുള്ള ചായ്പിലോ തൊഴുത്തിന്റെ ഭാഗത്തോ കയറി ഒളിച്ചിരിക്കണം. കയ്യിലൊരു ടോർച്ചും കരുതിയേക്കണം. രാത്രിയാകുമ്പോ ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറിയാ മതി. രാജേഷ് പറഞ്ഞ പോലെ തന്നെ ശ്യാം ധന്യയുടെ വീടിന്റെ ചായ്പിലെത്തി അവിടെ മറഞ്ഞിരിക്കാൻ തുടങ്ങി. ഒടുവില് ആ സമയമെത്തി. ശ്യാം എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കരണ്ട് പോയത്. ടോർച്ചാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. ശ്യാം ചോദിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നു വിറച്ചു. ഒടുവിൽ ഒരു തരത്തിൽ ടോർച്ച് തെളിച്ച് ചോദ്യപ്രേതം മുമ്പിൽ നിന്ന് മാഞ്ഞതും ശ്യാം കുറച്ചൊന്ന് ആശ്വസിച്ച ശേഷം വീട്ടിലേക്ക് കടക്കാൻ പുറത്തേക്കിറങ്ങാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് ശ്യാമിന് മുമ്പിലൂടെ ആ ഭീകരരൂപം ചാടി മറഞ്ഞത്. അത് കണ്ട് ഭയന്ന് ശ്യാം ബോധം കെട്ടു വീണു. ധന്യയാകട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഒന്നൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. ശ്യാമായിരിക്കും അത് എന്ന് പ്രതീക്ഷിച്ച് ധന്യ വാതിൽ തുറന്നു. പക്ഷെ അവിടെ ഒന്നും ആരുമുണ്ടായിരുന്നില്ല. പിന്നാലെ തന്നെ ചുറ്റിലും നോക്കി. ഇതേ സമയം ദൂരെ നിന്ന് ആ ഭീകരരൂപി ധന്യയെ നോക്കുന്നുണ്ടായിരുന്നു. ധന്യ വീടിന്റെ അകത്തേക്ക് കടന്നു. ഭീകരരൂപി അങ്ങോട്ടേക്ക് ചാടി ധന്യയ്ക്ക് പിന്നാലെ ആ വീട് ലക്ഷ്യമാക്കി ഓടി. പിറ്റേന്ന് പുലർച്ചെയാണ് ബോധം കെട്ട് വീണ ശ്യാം ഉണരുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം, ധന്യയോട് എന്തു പറയും എന്നൊക്കെ ചിന്തിച്ച് എഴുന്നേറ്റ ശ്യാം നേരെ പുറത്തേക്ക് കടന്നു. രാജേഷ് അതാ ഓട്ടോയുമായി വരുന്നു. അവനെ വണ്ടിയിൽ കയറ്റി എന്നാലും നീ ഇത് ചെയ്തല്ലോടാ എന്ന് പറഞ്ഞ വേഗം ഓട്ടോ ആശുപത്രിയിലേക്ക് വിട്ടു. ശ്യാമിനാണെങ്കിലൊന്നും മനസ്സിലായിട്ടില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉപദ്രവിക്കപ്പെട്ട നിലയിൽ ധന്യ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമിനൊരു എത്തും പിടിയുമില്ല. ശ്യാം അകത്തേക്ക് ചെന്ന് ധന്യയോട് എന്താ നടന്നതെന്ന് ചോദിച്ചു. സംഭവം എന്തെന്നാൽ തലേന്ന് രാത്രി ഭീകരരൂപിയായിട്ടുള്ള അയാൾ ധന്യയുടെ വീട്ടിലേക്ക് കടന്നു കയറി ധന്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ധന്യ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ധന്യയുടെ ശരീരത്തിൽ പരിക്കുകളേറ്റിട്ടുണ്ട്. കൃത്യസമയത്ത് ബാലച്ചാച്ചൻ വന്നതുകൊണ്ട് മാത്രമാണ് ഭീകരരൂപി ഓടിപ്പോയതും ധന്യ രക്ഷപ്പെട്ടതും. അതൊരു മനുഷ്യനാണെന്ന കാര്യം വ്യക്തമാവുകയായിരുന്നു. വേഷം കെട്ടിയ മനുഷ്യൻ. അവൻ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അവനെ തനിക്ക് വേണം. ശ്യാം അവനെ കണ്ടുപിടിച്ച് തനിക്ക് തരണം എന്ന് തന്നെ ശ്യാമിനോട് ആവശ്യപ്പെട്ടു. ഇരുട്ട് പേടിയുള്ള ശ്യാം അവനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. എന്നാലും ശ്യാം യെസ് പറഞ്ഞു. എന്റെ ധന്യയെ തൊട്ട് ആരും ഇനി ഇവിടെ വേണ്ടെന്നും അവൻ പറഞ്ഞു വെച്ചു.
എന്തായാലും ആ സംഭവങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗ്രാമത്തിലെ കേസന്വേഷണത്തിന് ഒരു പോലീസ് കോൺസ്റ്റബിളും എത്തി. വിനീഷ് എന്നായിരുന്നു അയാളുടെ പേര്. അതേ നാട്ടുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ. അതുകൊണ്ട് തന്നെ വിനീഷിൽ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് കളരി പ്രാക്ടീസ് ചെയ്യുന്ന രാജേഷിനും കൂട്ടത്തിൽ കണ്ണനും ശ്യാമിന്റെ പേടിയൊക്കെ മാറ്റി ശ്യാമിനെ ഉഷാറാക്കണമെന്നും കുതിരക്കാലനെ പിടികൂടണം എന്നുമുള്ള ചിന്തയുദിച്ചു. അതിനുവേണ്ടി ശ്യാമിനെ ഇരുട്ടുള്ള സമയത്ത് ഗ്രാമത്തിന്റെ ഭാഗങ്ങളിലൂടെ കൊണ്ടുപോയി അവന്റെ പേടി മാറ്റാനുള്ള ശ്രമം വരെ അവർ നടത്തി. പക്ഷേ കൂട്ടുകാരുടെ കൂടെ നടന്നിട്ടും ഇരുട്ടുള്ള ഭാഗത്തെത്തുമ്പോ ചോദ്യതന്റെ പിന്നാലെ വരുന്ന പോലെ ശ്യാമിന് തോന്നിയിരുന്നു. എന്നാലും കൂട്ടുകാരുടെ സപ്പോർട്ടോടെ അവൻ ധൈര്യം സംഭരിച്ച് മുമ്പോട്ടേക്ക് നടന്നു. കുറച്ചു ചെന്നപ്പോ മണികിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. ശ്യാമ പേടിച്ചു തിരികെയോടി. നോക്കിയപ്പോ അതൊരു പശുക്കുട്ടിയായിരുന്നു. കണ്ണനും രാജേഷും അതും പറഞ്ഞ് ചിരിച്ചു നിന്നു. പിന്നാലെ അവരും തിരികെ പോന്നു. പക്ഷെ ആ പശുക്കുട്ടി എത്തിച്ചേർന്നതാകട്ടെ കുതിരക്കാലന്റെ അടുത്തും. അടുത്ത ദിവസം പശുക്കുട്ടി ചത്ത് അവിടുള്ള കുളത്തിൽ പൊങ്ങി. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. വിനീഷ് അന്വേഷണത്തിനും എത്തി. പക്ഷെ അതൊന്നും ഒരു നടക്കി പോവില്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവരിപ്പോഴും അവിടുള്ളതേതോ ഉഗ്രമൂർത്തിയാണെന്നും പ്രതികരിക്കും തോറും അപകടം കൂടുള്ളൂ എന്ന മട്ടിൽ വിശ്വസിച്ച് നിൽക്കുകയാണ്. അടുത്ത ദിവസം രാത്രിയിൽ ശ്യാമും സംഘവും വായനശാലയിലായിരുന്നു. അപ്പോഴാണ് പുറത്തൊരു അനക്കം കേട്ടത്. ആദ്യം അവരൊക്കെ ഭയന്നെങ്കിലും കളരി അഭ്യാസിയായ രാജേഷ് ഒടുവിൽ ധൈര്യം സംഭരിച്ച് ക്രിക്കറ്റ് ബാറ്റും സ്റ്റെമ്പും ഒക്കെ എടുത്ത് പുറത്തേക്കിറങ്ങി. ശ്യാം ഭയന്നപ്പോഴും വായനശാലയിൽ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും രാജേഷും ഗണനും തിരികെ വന്നു. കൂട്ടത്തിൽ അവർ നേരത്തെ ആരെയോ കണ്ടെന്ന് പറഞ്ഞല്ലോ, അയാളുമുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ധന്യയായിരുന്നു. ധന്യയ്ക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല. തന്നെ ഉപദ്രവിച്ചവനെ കണ്ടെത്തണം എന്നാഗ്രഹത്തിൽ അവൾ പുറത്തിറങ്ങി നടന്നതാണ്. ധന്യയെ കണ്ടതും ശ്യാം ധൈര്യം അഭിനയിച്ചു നിന്നു. അവനെ പിടികൂടുന്നവരെ വീട്ടിലിരിക്കാൻ തനിക്ക് പറ്റില്ലെന്ന് ധന്യ പറഞ്ഞപ്പോ അതിനല്ലേ തങ്ങൾ ശ്രമിക്കുന്നതെന്നും പ്ലാൻ പോലും ഇതുവരെ ആയിട്ടില്ലെന്നുമൊക്കെ ശ്യാം വെച്ചലക്കി. ധന്യയാകട്ടെ ഇതിലൊക്കെ ഇടപെട്ടു. അവരെ കുതിരക്കാലിനെ പിടികൂടാൻ പോകുമ്പോ താനും അവരുടെ കൂടെ കൂടുന്നുണ്ട് എന്ന മട്ടിൽ പറഞ്ഞു. ധന്യയുടെ ആവശ്യം ഒരുപാടങ്ങ് തള്ളിമാറ്റാൻ രാജേഷിന് സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ നാളെ മുതൽ ധന്യയെയും കൂടെ കൂട്ടാം എന്ന് ശ്യാം പറഞ്ഞു. ധന്യയോടൊപ്പം വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് അവർ ഇറക്കിവിട്ടെങ്കിലും വായനശാലയ്ക്കകത്ത് ചർച്ച തുടങ്ങിയിരുന്നു. ധന്യ കൂടെ വന്ന ശ്യാമിന്റെ കള്ളത്തരം പുറത്താവില്ലേ, അവനിരട്ട് പേടിയല്ലേ എന്നതിനെ പറ്റിയായിരുന്നു അത്. പക്ഷെ അതിനും ശ്യാം ഒരു വഴി കണ്ടുപിടിച്ചു. അമ്മയുടെ വളപണയം വെച്ച് രാജേഷിന്റെ ഓട്ടോ അവൻ പണിതിറക്കി. മൊത്തം ലൈറ്റൊക്കെ വെച്ചു. ഇരുട്ടുണ്ടെങ്കിലല്ലേ പേടിയുള്ളൂ, ഓട്ടോ മൊത്തം ലൈറ്റ് ആണെങ്കിൽ പേടി തോന്നില്ലല്ലോ എന്നതായിരുന്നു ശ്യാമിന്റെ ഐഡിയ. മാത്രമല്ല കഴിഞ്ഞ സംഭവം കൊണ്ട് ധന്യയ്ക്കും ചെറിയ പേടിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് വെട്ടമുണ്ടെങ്കിൽ മൊത്തത്തിലൊക്കെയും മാനേജ് ചെയ്യാം എന്നും അവൻ കണക്ക് കൂട്ടി. ചെറുതായി മദ്യപിച്ചായിരുന്നു ധന്യയെ കൂട്ടാൻ ധന്യയുടെ വീട്ടിലേക്ക് അവർ എത്തിയത്. ധന്യയും ഇറങ്ങി വന്നു. ഓട്ടോയിൽ കയറി അവർ കുതിരക്കാലനെ അന്വേഷിക്കാൻ പുറപ്പെട്ടു. ഇതേ സമയം അവിടുള്ള തെങ്ങും തോട്ടത്തിൽ രാത്രി പട്രോളിങ്ങിൽ കുതിരക്കാലനെ അന്വേഷിക്കുകയായിരുന്ന വിനീഷ് മണികിലുങ്ങുന്ന ശബ്ദം കേട്ട് അവിടെ നിന്ന് ഭയന്നോടി. ഓടിയ വിനീഷ് എത്തിപ്പെട്ടതാകട്ടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്ന ശ്യാമിന്റെയും സംഘത്തിന്റെയും മുമ്പിൽ. അതോടെ വിനീഷ് ധൈര്യം അഭിനയിക്കാൻ തുടങ്ങി. രാജേഷ് പുറത്തിറങ്ങിയിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കുതിരക്കാലൻ വരുന്നത്. രാജേഷിന്റെ മുമ്പിലൂടെ കുതിരക്കാലൻ പാഞ്ഞുപോയി. രാജേഷ് കുതിരക്കാലനെ പിടികൂടാൻ പിന്നാലെ പാഞ്ഞു. തൊട്ടുപുറകെ കണ്ണനും വിനീഷും ഓടി. ശ്യാം ഓടാൻ തുടങ്ങിയെങ്കിലും ഭയം കാരണം അവൻ അവിടെ തന്നെ നിന്നുപോയി. ധന്യ ഓട്ടോയിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ധന്യയോട് വലിയ ധൈര്യം അഭിനയിച്ച് കുതിരക്കാലിനെ പിടികൂടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശ്യാം പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും വാഴത്തോട്ടത്തിനുള്ളിൽ തൊട്ടടുത്ത് കുതിരക്കാലിനെ കണ്ടതും അവൻ ഭയപ്പെട്ടു പോയിരുന്നു. ഒച്ച വെക്കാതിരിക്കാൻ അവൻ ഒരുപാട് പാടുപെട്ടു. തൊട്ടുപുറകെ ധന്യ ശ്യാമിന്റെ അടുത്തെത്തി. ശ്യാം അങ്ങനെ പോവാതെ നിൽക്കുന്ന കണ്ടതും അവൾ ശ്യാമിനോട് പറഞ്ഞു, എനിക്കെന്താ ശ്യാമേട്ടൻ പോവാത്തതെന്ന് മനസ്സിലായി. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവിടെ നിന്നത്. വീണുകെട്ടിയ അവസരം അതുകൊണ്ടാണെന്ന മട്ടിൽ ശ്യാം അഭിനയിച്ചു. പക്ഷെ എന്തൊക്കെയോ മനസ്സിലായ മട്ടിൽ ധന്യ തലകുലുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കുട്ടപ്പേട്ടൻ ശ്യാമിന്റെ വീട്ടിൽ പണിക്ക് വന്നിരുന്നു. കുട്ടപ്പേട്ടനും ശ്യാമിന്റെ അമ്മയും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് വായനശാലയുടെ ആനിവേഴ്സറിക്ക് നാടകമല്ലാതെ പണ്ടുണ്ടായിരുന്ന പോലെ വല്ല സൈക്കിൾ അഭ്യാസവും രസമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്യാമിന്റെ അമ്മ കുട്ടപ്പനോട് പറയുന്നുണ്ടായിരുന്നു. കുട്ടപ്പൻ പറഞ്ഞു, മുമ്പൊരു സൈക്കിൾ അഭ്യാസി വന്നതിന്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ, അത് കൊല്ലം കുറിയായില്ലേ എന്നായിരുന്നു ശ്യാമിന്റെ അമ്മയുടെ മറുപടി. ഇത് കേട്ടുവന്ന ശ്യാം അതെന്തായിരുന്നു എന്ന് കുട്ടപ്പേട്ടനോട് ചോദിച്ചു. അപ്പോഴാണ് കുട്ടപ്പേട്ടൻ പണ്ട് നടന്നൊരു കാര്യം പറയുന്നത്. ശ്യാമുക്ക് ജനിക്കുന്നതിന് മുമ്പാണ് വായനശാലയുടെ വാർഷികത്തിന് വാസപ്പൻ സൈക്കിൾ യജ്ഞം നടത്തുന്ന ഒരു തമിഴനെ കൊണ്ടുവന്നു. അവൻ കുടുംബമായി വന്നവിടെ തമ്പടിച്ചു. എല്ലാവരുടെയും പ്രീതിയൊക്കെ ആദ്യമേ പിടിച്ചുപറ്റി. പക്ഷെ അവൻ വന്ന ശേഷം ഗ്രാമത്തിൽ മോഷണം അങ്ങ് വർദ്ധിച്ചു. അന്ന് കുട്ടപ്പേട്ടനും മറ്റും ചെറുപ്പമാണ്. ഒടുവിൽ അതിന്റെ പിന്നിൽ ആ സൈക്കിളുകാരനാണ് എന്ന് മനസ്സിലാക്കി അവനെയും കുടുംബത്തെയും കണക്കിന് കൊടുത്ത് നാട്ടിൽ നിന്ന് ഓടിച്ചു. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് സർക്കസും ഇതേപോലെ
വല്ല സൈക്കിൾ യജ്ഞമൊന്നും വന്നിട്ടില്ലേ എന്ന് ശ്യാം ചോദിച്ചപ്പോ ഒരാളെ നമ്മളിവിടെ പിന്നെ കാലുകുത്തിച്ചിട്ടില്ല എന്നായിരുന്നു കുട്ടപ്പേട്ടൻ പറഞ്ഞത്. ബോർഡർ കഴിഞ്ഞു നിന്ന അവിടെ ഇതുപോലെ പല പരിപാടിയും കാണാൻ പറ്റും എന്നും കുട്ടപ്പേട്ടൻ കൂട്ടി പറഞ്ഞു. അപ്പോഴാണ് ശ്യാം അത്തരത്തിലൊരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കുന്നത്. ഈ വേഷം കെട്ടി കുതിരക്കാലനായി വരുന്നത് എന്തോ ഒരു അഭ്യാസം അറിയാവുന്നവനാണ്. തൊട്ടടുത്ത് സർക്കസോ സൈക്കിൾ യജ്ഞമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനായിരിക്കാം അത്. അങ്ങനെ അതിർത്തി കടന്ന് 8 കിലോമീറ്റർ അപ്പുറയുള്ള സർക്കസൊക്കെ നടക്കുന്നിടത്തേക്ക് ശ്യാം രാജേഷിനും കണ്ണനുമൊപ്പം കടന്നു ചെന്നു. അവിടെ സർക്കസിൽ അക്രോബാറ്റിക്സ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അവർക്ക് അവിടെയുണ്ടായിരുന്ന ഹരി എന്ന വ്യക്തിയെ കണ്ടുകിട്ടി. ഹരിയെ രണ്ടുപടച്ച് ഹരിയാണോ ഇതിനു പിന്നിൽ എന്ന മട്ടിൽ അവർ അന്വേഷിച്ചു. പക്ഷേ ഹരിയായിരുന്നില്ല. ഹരിയല്ലാതെ മറ്റാരെങ്കിലും അക്രോബാറ്റിക്സ് ചെയ്യുന്നവർ അവിടുണ്ടോ എന്ന മട്ടിൽ ശ്യാം അന്വേഷിച്ചു. അപ്പോഴാണ് സർക്കസിൽ നിന്ന് പുറത്താക്കിയ പൊക്കം കുറഞ്ഞ ഒരു യുവാവിന്റെ കാര്യം ഹരി പറയുന്നത്. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പകൽ എന്തു ചെയ്താലും ഒന്നും മിണ്ടില്ല. രാത്രിയിൽ അവരെ കണക്കിന് കൈകാര്യം ചെയ്യും. ഒരിക്കൽ കള്ളു കുടിച്ചപ്പോ അവൻ എന്നോട് അവന്റെ കഥ പറഞ്ഞു. കുട്ടിക്കാലത്ത് അവന്റെ നാട്ടിലുള്ളവർ പൊക്കം കുറവായതിന്റെ പേരിൽ അവനെ ഒരുപാട് കളിയാക്കിയിരുന്നു. അതിലൊരു കള്ളുകുടിയ സംഘമായിരുന്നു പ്രധാനപ്പെട്ടവർ. ഒരു ദിവസം രാത്രി കള്ളുകുടിച്ച് അവർ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് പൈശാചിക വേഷം ധരിച്ച് അവൻ കടന്നു വന്നു. ആ രൂപത്തിൽ അവനെ കണ്ട് കൂട്ടത്തിലൊരുത്തൻ അപ്പ തന്നെ മരണപ്പെട്ടു. മറ്റു രണ്ടുപേർ പേടിച്ചോടി. ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടേയില്ല. അവന് ഈ പ്രതികാരം ചെയ്യുന്നതൊന്നുമല്ല പ്രധാന കാര്യം. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിൽ അവന് വല്ലാത്തൊരു ആവേശം കിട്ടും. അതവന്റെ ഒരു ഹോബി പോലെയാണ്. ശരിക്കും ഒരു സൈക്കോ ആണ് അവൻ. അവനെ പുറത്താക്കിയ ഹൗസ് ഓണറുടെ മകളെപ്പോലും അവൻ ഉപദ്രവിച്ച് പീഡിപ്പിച്ചു. ഇരുട്ടായ അവന് തോന്നിയതുപോലെ എന്തും വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ കേൾക്കുമ്പോ ഭയപ്പെട്ടല്ലേ പറ്റൂ. അതോടെ അവനാണ് കുതിരക്കാലൻ എന്ന കാര്യം ശ്യാമിനും സംഘത്തിനും മനസ്സിലായി. അവന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് നാട്ടിലും മുഴുവൻ അവർ കൊണ്ടുവന്നൊട്ടിച്ചു. ആ സമയത്താണ് ധന്യ അങ്ങോട്ടേക്ക് വരുന്നത്. ധന്യ അവനെ കാണാൻ വായനശാലയിലേക്ക് ചെന്നു. ശ്യാമും വായനശാലയിലെത്തി. വലിയ കാര്യത്തിന് ധൈര്യമൊക്കെ കാണിച്ച് കണ്ടില്ലേ കുതിരക്കാലന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ പോസ്റ്റർ അടക്കം എടുത്തു കാട്ടി. പക്ഷെ അപ്പോഴാണ് അവനെ ഞെട്ടിച്ച ഒരു കാര്യം ധന്യ പറയുന്നത്. അന്ന് രാവിലെ ധന്യയുടെ പെണ്ണ് കാണലായിരുന്നു. നല്ല ചെറുക്കനാണ്. ധന്യ യെസ് പറഞ്ഞത്രേ. ശ്യാം ഞെട്ടിത്തെറിച്ചു പോയി. പിന്നാലെ ശ്യാം ഒളിപ്പിച്ചു വെച്ചിരുന്ന കള്ളം തനിക്കറിയാമെന്ന് ധന്യ വെളിപ്പെടുത്തി. ധന്യ ആദ്യമായി രാത്രിയിൽ വായനശാലയിൽ വന്ന ശേഷം അടുത്ത ദിവസം മുതൽ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് ശ്യാമും സംഘവും അവളെ പറഞ്ഞയച്ചിരുന്നല്ലോ. അന്ന് ഇറങ്ങിയ ധന്യ വായനശാലയ്ക്കകത്തു വെച്ച് ശ്യാമിന്റെ പേടിയെപ്പറ്റി അവർ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു. അടുത്ത ദിവസം അത് സത്യമാണോന്ന് അറിയാനായിരുന്നു ധന്യ ശ്യാമിന്റെയും സംഘത്തിന്റെയും കൂടെ ചെന്നത്. നേരിട്ട് കണ്ട് അവൾക്കത് ബോധ്യപ്പെട്ടു. അപ്പോഴും അവൾ ശ്യാമിനെ സപ്പോർട്ട് ചെയ്ത് നിന്നതേയുള്ളൂ. പക്ഷേ എന്നിട്ടും ശ്യാം ഒരിക്കൽ പോലും താനൊരു പേടിത്തൊണ്ടനാണെന്ന രീതിയിലുള്ള സത്യങ്ങൾ അവൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയില്ല. വീണ്ടും കള്ളം പറഞ്ഞതേയുള്ളൂ. അത് ധന്യയെ വേദനിപ്പിച്ചു. അതുകൊണ്ടായിരുന്നു തനിക്ക് വന്ന കല്യാണാലോചനയ്ക്ക് ധന്യ യെസ് പറഞ്ഞതും. വൈകാതെ തങ്ങൾ ഈ നാട് വിട്ടു പോവുകയാണ് എന്ന കാര്യവും ധന്യ ശ്യാമിനെ അറിയിച്ചു. കുറച്ചെങ്കിലും നീ എന്റെ അടുക്കൽ റിയൽ ആയിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അച്ഛനടുക്കൽ ഫൈറ്റ് ചെയ്തേനെ എന്നും അവൾ കൂട്ടിച്ചേർത്തു. വായനശാലയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്ന് അവൾ ശ്യാമിനോട് പറഞ്ഞു, അടുത്ത മാസമാണ് എന്റെ കല്യാണം. നീ ഇനി ആ ദുഷ്ടന്റെ പിന്നാലെയൊന്നും പോവണ്ട. എവിടെങ്കിലും സേഫായിരുന്നു. അവളുടെ വാക്കുകളും അവൾ തന്നെ വിട്ടു പോകുന്നതും ശ്യാമിനെ തകർത്തിരുന്നു. അവൻ ഡിപ്രഷനിലേക്ക് വീണുകൊണ്ടിരുന്നു. ധന്യ ആ നാട് വിട്ടുപോയി. കള്ളുകുടിക്കാൻ കൂളിപ്പാറയുടെ പുറത്തേക്ക് രാജേഷും സംഘവും ചെന്നു. അവിടെ വെച്ച് വേണമെങ്കിൽ ധന്യയെ പൊക്കിക്കൊണ്ടുവരാം എന്നൊക്കെ രാജേഷ് പറഞ്ഞെങ്കിലും അതൊന്നും വേണ്ടെന്നായിരുന്നു ശ്യാമിന്റെ മറുപടി. കൂട്ടത്തിൽ ഇനിയിപ്പോ കുതിരക്കാലിനെ പിടിക്കാനുള്ള പോക്കും ലേറ്റ് വെച്ച ഓട്ടോയൊന്നും വേണ്ടല്ലോ എന്നും അവൻ നിരാശയോടെ പറഞ്ഞു. പക്ഷെ ഒന്നും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. തന്റെ ഫോട്ടോ നാടൊട്ടുക്കും മുട്ടിച്ച് തന്റെ പിന്നാലെ വന്ന ശ്യാമിനെയും സംഘത്തെയും പറ്റിയുള്ള വിവരം കുതിരക്കാലൻ അറിഞ്ഞിരുന്നു. കുതിരക്കാലൻ അവരുടെ തന്റെ പിന്നാലെയുള്ള വരവ് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. അവരിപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ. വീണ്ടും തന്റെ പിന്നാലെ വരുവാനും കളിപ്പാതയിൽ ഉപേക്ഷിക്കുന്നത് ഫൗളാണെന്നും നമുക്ക് വീണ്ടും കളിക്കാമെന്നും മട്ടിൽ അവിടെ ഒരു ഭിത്തിയിൽ എഴുതി വെച്ചു. അത് വായിച്ചതും ചെറിയ ഭയത്തോടെ രാജേഷ് ശ്യാമിനെ നോക്കി. ശ്യാം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരികെ നടന്നു. പക്ഷെ പിന്നീടായിരുന്നു കുതിരക്കാലന്റെ കളികൾ തുടങ്ങിയത്. കുതിരക്കാലന്റെ ലക്ഷ്യം രാജേഷും കണ്ണനും ശ്യാമും മാത്രമായി. രാജേഷിന്റെ വീടിനുള്ളിലേക്ക് കുതിരക്കാലൻ ഗുണ്ടെറിഞ്ഞു. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ശ്യാമും കണ്ണനും രാജേഷും കൂടിയെങ്കിലും ഒന്നിനും താല്പര്യമില്ലാത്ത പോലായിരുന്നു ശ്യാം പെരുമാറിയത്. അവൻ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. രാജേഷിനെ ഇതൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ശ്യാമിന്റെ കൂടെ തങ്ങൾ നിന്നിട്ടും ഇങ്ങനൊരവസ്ഥയിൽ ശ്യാമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നായിരുന്നു രാജേഷ് പറഞ്ഞത്. കണ്ണനും രാജേഷും മദ്യപിക്കാൻ പോയി. മദ്യപാനത്തിനിടയിൽ മൂത്രമൊഴിക്കാൻ കണ്ണൻ മാറിയപ്പോ കുതിരക്കാലൻ കണ്ണന്റെ മുമ്പിലെത്തി. കണ്ണനെ കണക്കിന് മർദ്ദിച്ചു. ഒടുവിൽ രാജേഷ് എത്തിയായിരുന്നു വല്ലാതെ പരിക്കേറ്റ കണ്ണനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ശ്യാമാകട്ടെ ഇതൊന്നും അറിയാതെ വീട്ടിൽ അടച്ചിരുന്ന് ഡിപ്രഷനിൽ ആണ്ട് മദ്യപിച്ചിരിക്കുകയാണ്. വിവരമറിയിക്കാനും അവന്റെ ഈ പ്രവൃത്തികൾ
ചോദ്യം ചെയ്യാനും രാജേഷ് ദേഷ്യം പിടിച്ച് ശ്യാമിന്റെ വീട്ടിലെത്തി. ദേഷ്യത്തിൽ മദ്യപിച്ചിരുന്ന ശ്യാമിനോട് പറഞ്ഞു, നിന്റെ കൂടെ വന്നതിന് ഒരുത്തനവിടെ പരിക്കേറ്റ് ആശുപത്രി കിടക്കുവാണ്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് ആഘോഷിക്ക്. അന്നും ഇന്നും എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിനക്ക് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നീ വാ. അല്ല, നിനക്ക് വലുത് നിന്റെ മറ്റവളാണെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാവടാ. അതും പറഞ്ഞ് രാജേഷ് ഇറങ്ങിപ്പോയി. ശ്യാമിന് കുറ്റബോധം തോന്നാതിരുന്നില്ല. ശ്യാം ആശുപത്രിയിൽ പോയി കണ്ണനെ കണ്ടിരുന്നു. വീട്ടിൽ പോയി ശ്യാമിനെ വഴക്ക് പറഞ്ഞതിന് രാജേഷിനെ കണ്ണൻ ശകാരിച്ചു. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പയ്യന്റെ അടുത്ത് പോയാണ് അത് പറയേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചു. ഒടുവില് കണ്ണൻ ഡിസ്ചാർജ് ആയപ്പോ ശ്യാമിന്റെ വീട്ടിലേക്ക് രാജേഷിനെയും കൂട്ടി കണ്ണൻ ചെന്നു. അവരുടെ പിണക്കം വളരെ പെട്ടെന്ന് തന്നെ മാറിയിരുന്നു. ശ്യാം ഉഷാറായി എല്ലാം വിട്ട് അവരുടെ കൂടെ കൂടി. ഒടുവിൽ കുതിരക്കാലനെ അന്വേഷിച്ച് അവർ പുറത്തു പോവാൻ തുടങ്ങി. പക്ഷെ കുതിരക്കാലൻ ശ്യാമിന്റെ അമ്മയെ ലക്ഷ്യം വെച്ചു. രാത്രിയിൽ വീട്ടിലേക്ക് എത്തിയ അയാൾ അമ്മിത്തറയിൽ അരച്ചുകൊണ്ടിരുന്ന ശ്യാമിന്റെ അമ്മയെ വലിയ രീതിയിൽ ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചു. തന്റെ അമ്മയ്ക്കെതിരെ കൂടി ആക്രമണം വന്നതോടെ കുതിരക്കാലനെ എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ ശ്യാം തീരുമാനിച്ചിരുന്നു. തന്റെ സംഘത്തിനൊപ്പം വായനശാലയിലെത്തി അവിടുത്തെ ഭിത്തിയിൽ രാജേഷിനെ കൊണ്ട് തമിഴിൽ ശ്യാം എഴുതിപ്പിച്ചു, നിന്നെ വിടില്ലടാ. അന്നായിരുന്നു വായനശാലയുടെ വാർഷികം. രാത്രിയിൽ കുതിരക്കാലനെ പിടികൂടുന്നതിനെ പറ്റി ശ്യാമും രാജേഷും സംസാരിച്ചു നിൽക്കെ കണ്ണൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. വായനശാലക്കാരോ തീയിട്ടതായി പറഞ്ഞു. അത് കുതിരക്കാലനായിരിക്കും എന്നവർക്കുറപ്പായിരുന്നു. നാട്ടുകാർ പ്രിയപ്പെട്ട വായനശാല കത്തിയിരിക്കുന്നു. ശ്യാമിന് ദേഷ്യം മിരച്ചു കയറി. ശ്യാം മദ്യപിച്ചു കുതിരക്കാലനെ പിടികൂടാൻ ഉറച്ചു. ഇതേസമയം കുതിരക്കാലനാകട്ടെ ദൂരെ നിന്നും കത്തിയേരിയുന്ന വായനശാല കണ്ട് ആർമാദിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഗ്രാമത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ എത്തി. പുഷ്പരാജ് എന്നാണ് അയാളുടെ പേര്. ധന്യയുടെ ഭാവി വരൻ. നാട്ടുകാരെ വിളിച്ചുകൂട്ടി അയാൾ എല്ലാരോടുമായി പറഞ്ഞു, ധന്യയെ പെണ്ണ് കാണാൻ വന്നപ്പോഴാ ഞാനിതൊക്കെ ആദ്യം അറിയുന്നത്. എന്റെ പെണ്ണിനെ തൊട്ടേ അവനെ പിടിച്ചെടുത്തതിന്റെ കാര്യം എന്ന് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചു. എങ്കിൽ അത് കഴിഞ്ഞ് മതി കല്യാണമെന്ന് ധന്യ ഒരു ചലഞ്ചും വെച്ചു. അങ്ങനാണ് ഈ കേസ് അന്വേഷിക്കാൻ പുഷ്പരാജ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. പുഷ്പരാജ് നാട്ടുകാരോടായി പറഞ്ഞു, ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു. ഈ പറയുന്നവന് ഈ നാട്ടുകാരുമായിട്ട് ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. ഇവൻ ഈ ആൾക്കാരെ പീഡിപ്പിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട്. ആ പേടി എൻജോയ് ചെയ്യാനാണ് ഒരു കാരണവുമില്ലാതെ ഇവൻ ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്യുന്നത്. ക്രൈം ഹിസ്റ്ററി പരിശോധിച്ചപ്പോ ഇത്തരത്തിൽ സിമിലർ ആയ ഒരു കേസ് നെല്ലിക്കാമ്പൊയിലിന്റെ പരിസരത്തുള്ളവരിടത്ത് നടന്നിട്ടുണ്ട്. രീതികളുടെ സാമ്യത പരിശോധിച്ചപ്പോ അവൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പായി. കൂട്ടത്തിൽ പോലീസുകാരൻ കൂട്ടിച്ചേർത്തു, ഇതുപോലുള്ള സൈക്കോസിന് ഒരു മോഡസ് ഓപ്പറണ്ടി ഉണ്ടാവും. മദ്യപിച്ച ശേഷമാണ് അവൻ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ധന്യയോട് അവനെപ്പറ്റി ചോദിച്ചപ്പോ അവന് മദ്യത്തിന്റെ മണമുണ്ടായിരുന്നെന്ന് ധന്യ പറഞ്ഞു. ആ അന്വേഷണമാണ് അവൻ കുടിക്കുന്ന മദ്യക്കുപ്പിയിലേക്കും എന്നെ കൊണ്ടെത്തിച്ചത്. അവന്റെ അവസാനം അതുകൊണ്ട് തന്നെ എന്റെ കൈകൊണ്ടായിരിക്കും. SI പുഷ്പരാജ് കത്തിക്കയറുമ്പോ ശ്യാമും സംഘവും ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അധിക നേരം നിൽക്കാതെ ശ്യാം അവിടെ നിന്ന് നടന്നു മാറി. അവിടെ നിന്ന് പുഷ്പരാജും കോൺസ്റ്റബിളും പോകുമ്പോ കൂട്ടത്തിൽ ധന്യമുണ്ടായിരുന്നു. ധന്യ പുഷ്പരാജിനോട് അവനെ പിടികൂടാൻ എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. പുഷ്പരാജ് പറഞ്ഞു, കള്ളു കുടിക്കാതെ അവനാരെയും ആക്രമിക്കാൻ പറ്റില്ല. സ്വന്തമായി വാറ്റിയെടുക്കണമെങ്കിലും 7 ദിവസം വേണം. അത്ര നാളും ഒരാളെ ആക്രമിക്കാതെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ബീവറേജ് അങ്ങ് അടുപ്പിക്കും. അതോടെ മദ്യം മോഷ്ടിക്കാൻ അവൻ എന്തായാലും അവിടെ വരും. അപ്പോൾ അവനെ കൈയോടെ പിടികൂടാം. പുഷ്പരാജിന്റെ ഐഡിയ കേമമാണ് എന്ന മട്ടിൽ ധന്യ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പദ്ധതി പ്രകാരം പുഷ്പരാജ് മുമ്പോട്ടേക്ക് നീങ്ങി ബീവറേജ് അടപ്പിച്ചു. വരുന്ന കുതിരക്കാലനായി ബിനീഷും SI പുഷ്പരാജും ബീവറേജിന് മുമ്പിൽ കാത്തുനിന്നു. പക്ഷേ കുതിരക്കാലൻ പോയതാകട്ടെ മിലിറ്ററി വാസപ്പന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ മിലിറ്ററി കോട്ട ഉണ്ടാകുമല്ലോ. അങ്ങോട്ടേക്കെത്തിയ കുതിരക്കാലനെ കണ്ട് വാസപ്പൻ ഭയന്നു നിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃത്യസമയത്ത് ശ്യാമും സംഘവും കടന്നു വരുന്നത്. ബീവറേജിൽ SI കാവലുള്ളതുകൊണ്ട് മദ്യമുണ്ടെന്നറിയാവുന്ന മിലിറ്ററി വാസപ്പന്റെ വീട്ടിലേക്ക് കുതിരക്കാലൻ വരുമെന്ന് ശ്യാം ഊഹിച്ചിരുന്നു. ആ ഊഹം ശരിയായിരിക്കുന്നു. അവർ കുതിരക്കാലനെ വളഞ്ഞു. ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷെ ഒരു അവസരത്തിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കുതിരക്കാലൻ പുറത്തേക്കൂടി. ഇരുട്ട് പേടിയായ ശ്യാമ് ഇരുട്ട് വന്നതും കണ്ണടച്ച് ഏറെ ഭയന്നു നിന്നു. രാജേഷും കണ്ണനും പുറത്തേക്കിറങ്ങി കുതിരക്കാലന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വന്ന ശ്യാമാകട്ടെ അവിടുണ്ടായിരുന്ന രാജേഷിന്റെ ഓട്ടോ എടുത്ത് കുതിരക്കാലനെ തിരഞ്ഞ് റോഡിലൂടെ മുമ്പോട്ടേക്ക് പാഞ്ഞു. പക്ഷേ കുതിരക്കാലൻ അതേ ഓട്ടോയിൽ കയറിപ്പറ്റിയിരിക്കുന്നത് ശ്യാം അറിഞ്ഞിരുന്നില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് ഓട്ടോ ഓടിച്ച് ശ്യാം മുമ്പോട്ടേക്ക് പോകുന്നു. ശ്യാമിന് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഓട്ടോയ്ക്ക് മുമ്പിലൂടെ ഊർന്ന് കുതിരക്കാലൻ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ശ്യാം ഞെട്ടിവിറച്ചു. ഓട്ടോ വിട്ടിച്ചതും ഓട്ടോ മറിഞ്ഞു വീണു. ഓട്ടോ മറിഞ്ഞതും ലൈറ്റൊക്കെ ഓഫായി. ഇരുട്ടായതോടെ ശ്യാം ഭയന്ന് വിളിക്കുകയാണ്. രാജേഷ് ഏട്ടാ നോക്കി ഉറക്കിയലറുന്നുണ്ട്. പുറത്തിറങ്ങി ശ്യാം നിന്നതും ചോദ്യയുടെ പ്രേതം ഉരുള നീട്ടി അവന്റെ അടുത്തേക്ക് വരുന്ന പോലെ അവന് തോന്നാൻ തുടങ്ങി. ശ്യാമിന് വല്ലാത്ത ഭയം തോന്നി. പക്ഷെ ഇത്തവണ അവൻ ആ ഭയത്തിൽ നിന്ന് ഓടിയൊളിച്ചില്ല. ചോദ്യ തന്റെ അടുത്തേക്ക് വന്നപ്പോഴും അവൻ അവിടെ തന്നെ നിന്നു. ചോദ്യ നീട്ടിയ ഉരുളച്ചോറ് അവൻ കഴിച്ചു. അതോടെ അവന്റെ ഭയം മാറി. മുമ്പിലൂടെ
മുമ്പിലുണ്ടായിരുന്ന ചോദ്യയുടെ പ്രേതം വായുവിൽ അലിഞ്ഞില്ലാതാകുന്നത് അവൻ നോക്കിക്കണ്ടു. കുതിരക്കാലനും അതേ ഇടത്ത് തന്നെയുണ്ട്. വാസപ്പന്റെ മോഷ്ടിച്ചെടുത്ത മിലിറ്ററി മദ്യം കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ശ്യാമം നോക്കുമ്പോൾ അതാ കുതിരക്കാലൻ മദ്യപിച്ച് അങ്ങോട്ടേക്ക് നടന്നെടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ധൈര്യം സംഭരിച്ച ശ്യാം ഒട്ടും മടിച്ചില്ല. കുതിരക്കാലന്റെ വിളക്ക് കല്ലെറിഞ്ഞു പൊട്ടിച്ചു. പിന്നാലെ കുതിരക്കാലനുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. കുതിരക്കാലൻ ഭയന്നോടി. ശ്യാം പിന്നാലെ ഓടിച്ചെന്നു. ആ ചേസിംഗ് ഒടുവിൽ എത്തി നിന്നത് ഗ്രാമത്തിലെ പ്രധാന തെരുവിന്റെ ഒത്തനടുക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാജേഷും സംഘവും ഓടിയെത്തിയിരുന്നു. ധൈര്യത്തോടെ കുതിരക്കാലിനെ ശ്യാം എടുത്തിട്ടടിക്കുന്നത് അവർ അതിശയത്തോടെ നോക്കി നിന്നു. അപ്പോഴേക്കും നാട്ടുകാരും പന്തവുമായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു കുതിരക്കാലനെ പിടിക്കുവാൻ വേണ്ടി. അത് കണ്ടതും കുതിരക്കാലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓട്ടം അവസാനിച്ചതാകട്ടെ പുഴയ്ക്കരികിലുള്ള തെങ്ങിൻ തോപ്പിലും. ഒരു തെങ്ങിൽ കയറി കുതിരക്കാലൻ മറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് SI പുഷ്പരാജും മറ്റും എത്തി. ഒടുവിൽ ഒരു തെങ്ങിന്റെ മുകളിൽ കുതിരക്കാലൻ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിനീഷ് കണ്ടെത്തി. വിനീഷ് തെങ്ങിൽ കയറാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ഗ്രാമത്തിന്റെ കാവലാളായ കൂളി കുതിരക്കാലനെ പേടിപ്പിക്കാൻ അങ്ങോട്ടേക്ക് പറന്നെത്തിയിരുന്നു. കൂളിയെ കണ്ട് ഭയന്ന് കുതിരക്കാലൻ താഴെ വീണു. ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കുതിരക്കാലന്റെ കാലിലേക്ക് മിലിറ്ററി വാസപ്പൻ വെടിയുതിർത്തു. പോലീസ് കുതിരക്കാലനെ പിടികൂടി കൊണ്ടുപോകുമ്പോ തെങ്ങിൻ മുകളിൽ നിന്ന് പറന്നുയരുന്ന കൂളിയെ പേടിയോടെ കുതിരക്കാലൻ നോക്കിക്കണ്ടു. ഇതേ സമയം ധൈര്യപൂർവ്വം വിജയശ്രീ ലാളിതരായി ശ്യാമും സംഘവും മുമ്പോട്ടേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ആ ദൃശ്യങ്ങളോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.